എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത്, ഒരാളുടെ ജാതകത്തിൽ ഗുളികൻ മറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് കുടുംബത്തിലെ ഏത് ദോഷത്തിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജാതകത്തിൽ ഗുളികൻ മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിന് പ്രധാന കാരണം പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലായ്മയാണ്. അപ്പോൾ പിതൃദോഷത്തിന് പരിഹാരങ്ങൾ ചെയ്യണം. കൃത്യമായിട്ട് ബലികാര്യങ്ങൾ, പിതൃപൂജ, ശ്രാദ്ധം ഇവ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗുളികൻ ജാതകത്തിൽ മറഞ്ഞു നിൽക്കുന്നതിനുള്ള പരിഹാരമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജാതകമുള്ള ആൾക്കാർ അല്ലെ അങ്ങനെയുള്ളൊരു രാശി വന്നിട്ടുണ്ടെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും നമ്മളൊരു ദേവസങ്കേതത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പോലും ചിലപ്പോൾ അതിന് ഗുണമായിട്ട് വരികയുമില്ല. അപ്പം പിതൃക്കളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഒരു ജാതകത്തിൽ അഷ്ടമത്തിൽ ഗുളികനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ 12, 6 ഗുളികൻ മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, പിതൃകർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തവരാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുകയും ശ്രാദ്ധം, വർഷാവർഷം വരുന്ന ശ്രാദ്ധം മുടക്കമില്ലാതെ വളരെ ശുദ്ധിയോടുകൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുകയും, അതുകൂടാതെ ബലി കാര്യങ്ങൾ, വാവുകൾക്ക് ചെയ്യേണ്ട ബലി കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അതുകൂടാതെ നമ്മളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഗുളികൻ്റെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ ഗുളികന് പ്രത്യേകം പന്തം കൊളുത്തി, വെള്ളിയാഴ്ച ദിവസം പന്തം കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമ്പ്രദായമൊക്കെ വടക്കൻ മലബാറിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ചില അമ്പലങ്ങളിൽ കലശം വയ്ക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഗുളികൻ്റെ പ്രീതിക്കുള്ള കാര്യങ്ങളും കൂടെ ചെയ്തോളൂ. അതും കൂടെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അപ്പം എല്ലാവരും പിതൃകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, എന്നാലേ ദേവീദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അതിനെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും.